السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله العظيم. فعلى أمة محمد صلى الله عليه وسلم. ഏറെ പവിത്രമായ വെള്ളിയാഴ്ച ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ള സത്യവിശ്വാസികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലേറെ സന്തോഷത്തിലും ഇതിലേറെ സ്നേഹത്തിലുമായി നാളെ അവൻ്റെ ജന്നത്തുൻ നഈം എന്ന സ്വർഗത്തിൽ മുത്ത് ഹബീബിൻ്റെ ജിവാരിൽ നമ്മെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് അമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഭവ്യതയോടെ കാണുകയും നിസ്കാരങ്ങൾ കൊണ്ടും നോമ്പുകൾ കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുകയും ചെയ്തു എന്ന് അവിടുത്തെ സ്വഹാബാക്കൾ നമ്മെ പഠിപ്പിച്ച വളരെ പുണ്യമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. മാത്രമല്ല, പരിശുദ്ധമായ റമളാനിലേക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിലുടനീളം കൊണ്ടു നടന്നത് എന്ന് കാണാൻ കഴിയും. ഇസ്ലാമിലെ വളരെ വിഖ്യാതമായ ഹദീസ് ഗ്രന്ഥങ്ങളായ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്ത് ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ നോമ്പനുഷ്ഠിച്ചത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണെന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുകയാണ്. അതുപോലെ മഹദിയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ശഅബാൻ മാസത്തിൽ ഏറെ പ്രത്യേകമായി നോമ്പുകൾ അനുഷ്ഠിച്ചു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. മറ്റൊരിടത്ത് ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്,
മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൈനി മുതതാബിഈൻ ഇല്ലാ ശഅബാന വ റമളാൻ. 2 മാസങ്ങൾ പരിപൂർണമായി ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കുന്നത് ഞാൻ റമളാനിലും ശഅബാനിലുമല്ലാതെ മറ്റു മാസങ്ങളിലൊന്നും കണ്ടിട്ടില്ല എന്ന് മഹദിയായ അവിടുത്തെ പത്നി ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ സുനൻ അബീ ദാവൂദ് പോലെ ഉള്ള വിഖ്യാതമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു മിൻ ശഹ്രിൻ മിനശ് ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിലേതുപോലെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് നോമ്പെടുക്കുന്ന മറ്റു മാസങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഹബീബേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഹബീബ് കൊടുത്ത മറുപടി, ذلك شهر ترفع فيه الأعمال إلى رب العالمين فأحب أن يرفع عملي وأنا صائم. ശഅബാൻ മാസം എന്ന് പറയുന്നത് നമ്മുടെ സുകൃതങ്ങളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ആ മാസം നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആത്മജ്ഞാനികളൊക്കെ ശഅബാൻ മാസത്തെ കാണുന്നത് വൃത്തിയുടെ മാസമായാണ്, ശുദ്ധീകരണത്തിന്റെ മാസമായാണ്. വിശുദ്ധ ബറാഅത്തിനും റമളാനിനും മുന്നോടിയായി നാം നമ്മുടെ വീടും പരിസരങ്ങളും നമ്മുടെ വീടകങ്ങളും വീട്ടിലെ ഉപകരണങ്ങളും ഒക്കെ ശുദ്ധിയാക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അതിനെ നനച്ചുകുളി എന്ന് പേരും നാം കൊടുക്കാറുണ്ട്. ആ അർത്ഥത്തിൽ ശുദ്ധീകരണത്തിന്റെ മാസമായി പുണ്യദിനങ്ങൾ വരുമ്പോ എല്ലാ അർത്ഥത്തിലും എല്ലാം ശുദ്ധിയാക്കുക എന്നതും മാനസികവും ശാരീരികവുമായി അതിനുവേണ്ടി ഒരുങ്ങുക എന്നതുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം വൃത്തിയെക്കുറിച്ച്, ശുദ്ധിയാക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി നാം ചെറുപ്പകാലത്തിലെ തൊട്ട് പഠിച്ചു വരുന്നതാണ്. മദ്രസകൾ മുതൽ അത്വഹൂറു ശത്റുൽ ഈമാൻ എന്ന്, ഈമാനിന്റെ പകുതിയും വൃത്തിയാണെന്ന്, വൃത്തി ഈമാനിന്റെ പാതിയാണെന്ന് മദ്രസകളിൽ മുതൽ നാം പഠിച്ചു വരുന്നതാണ്. മാത്രമല്ല, ചെറിയ അശുദ്ധിയുള്ളവർ വുളൂ ചെയ്യണമെന്നും വലിയ അശുദ്ധിയുള്ളവൻ കുളിക്കണമെന്നും നജസ് പുരണ്ടാൽ എത്രയും വേഗം അത് കഴുകിക്കളയണമെന്നും ഇസ്ലാം വൃത്തിയുടെ വിഷയത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യത്തോടെ നാം നോക്കിക്കാണേണ്ടത്, നാം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഹൃദയമാണ്. അതാണ് യഥാർത്ഥ ശുദ്ധി എന്ന് പറയുന്നത്. അത് ശുദ്ധിയായാൽ മറ്റെല്ലാം ശുദ്ധിയായി എന്ന്, അത് മോശമായാൽ മറ്റെല്ലാം മോശമായി എന്നും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗഹ വഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് മോശമായാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം മോശമായി എന്നാണ്. അത് നന്നായാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം നന്നായി എന്നുമാണ്. അതുകൊണ്ട് നാം ശുദ്ധി വരുത്തുമ്പോൾ, നാം വൃത്തിയാക്കുമ്പോൾ, നാം ആദ്യമായി വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. അതുതന്നെയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നതും, വല്ലിസാൻ ഇന്നൽ ഖൽബ വല്ലിസാൻ ഹുമാ അസ്ലഹു ഷൈഇൻ വഹുമാ അഖ്ബഥു ഷൈഇൻ വഹുമാ അസ്ലഹു ഷൈഇൻ ഇദാ സലുഹാ. അവ രണ്ടും നന്നായാൽ
ഏറ്റവും നല്ല 2 അവയവങ്ങൾ ഹൃദയവും നാവുമാണ്. അവ മോശമായാൽ ഏറ്റവും മോശമായ അവയവങ്ങളും അതായി മാറുമെന്ന് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കുക എന്നതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നാം ശുദ്ധീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ജിസാമിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ ബാഹ്യമായ പ്രൗഢിയെ അല്ല നോക്കുന്നത്. അല്ലാഹു നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അതുകൊണ്ട് മുഅ്മിനിന്റെ പ്രധാനമായും മുഅ്മിൻ ശുദ്ധിയാക്കേണ്ടത്, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഹൃദയവിശുദ്ധിയുടെയിലാണ് മുഅ്മിനിന്റെ യഥാർത്ഥ വിജയം നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് അല്ലാഹു പറഞ്ഞതും വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഹൃദയവിശുദ്ധിയുള്ളവർക്കാണ് വിജയം ലഭ്യമാകുക എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശഅബാൻ മാസത്തിൽ നാം മറ്റെല്ലാം വൃത്തിയാക്കുമ്പോൾ, മറ്റെല്ലാത്തിലും നിന്നും ശുദ്ധിയാകുമ്പോൾ ആദ്യമായി വളരെ പ്രാധാന്യത്തോടെ ഹൃദയവിശുദ്ധിയെ കൈവരിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നത് നമ്മുടെ ഒരു അജണ്ടയായി നാം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാക്കണം. ദുഷിച്ച ചിന്തകളിൽ നിന്ന്, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ആരോടും വെറുപ്പില്ലാത്ത ഹൃദയമാണ് വേണ്ടത്. ആരോടും അസൂയയില്ലാത്ത, ആരെയും വെറുക്കാത്ത, എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കണം. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. നാം മനുഷ്യരെയെല്ലാം ബഹുമാനിക്കണമെന്നാണ്, മനുഷ്യനെയെല്ലാം സ്നേഹിക്കണമെന്നാണ്. നമുക്ക് ചില ആളുകളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ചില ആളുകളെ ബഹുമാനിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ നാം പരിശോധിക്കണം. വലഖദ് കറംനാ ബനി ആദം. മഹോന്നതനായ അല്ലാഹു തആല മനുഷ്യകുലത്തിനെ ബഹുമാനിച്ചിരിക്കുന്നുവെന്നാണ്. അല്ലാഹു ബഹുമാനിച്ച മനുഷ്യരെ പിന്നെന്തുകൊണ്ട് നമുക്ക് ബഹുമാനിച്ചുകൂടാ? അല്ലാഹു ഇഷ്ടം വെക്കുന്ന, അല്ലാഹു പരിഗണിക്കുന്ന, അല്ലാഹു ബഹുമാനിക്കുന്ന മനുഷ്യരെ നമുക്ക് പിന്നെന്തുകൊണ്ട് ബഹുമാനിച്ചുകൂടാ? പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, ഒരു മനുഷ്യനോട് നാം പകവച്ചാൽ, ഒരു മനുഷ്യനോട് നാം വെറുപ്പ് വച്ചാൽ, ആ മനുഷ്യൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നാം വെറുപ്പ് വെക്കുന്നത്, നാം വെറുക്കുന്നത്, നാം പകവെക്കുന്നത്, നാം വിദ്വേഷം വെക്കുന്നത് അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ ഒരു അംഗത്തെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ഉമ്മത്തിനെ സ്നേഹിച്ചത്, എത്രയാണ് ഉമ്മത്തിനെ പരിഗണിച്ചത്. നാം നമ്മുടെ ഇടയിൽ ഒരാളോട് വെറുപ്പ് വച്ചാൽ അത് ഹബീബിനോട് വെറുപ്പ് വെക്കുന്ന പോലെയാണ്. കാരണം ഹബീബ് സ്നേഹിച്ച മനുഷ്യനാണത്, ഹബീബ് പരിഗണിച്ച മനുഷ്യനാണത്. അങ്ങനെ വെറുപ്പ് വെച്ച് മരണപ്പെട്ടു പോയാൽ തന്നെയും ആ മനുഷ്യനെയും സ്വർഗത്തിലേക്ക് കയറ്റണമെന്നു പറഞ്ഞ് ഹബീബായ തങ്ങൾ പരലോകത്തിങ്ങനെ നിലകൊള്ളുമെന്നാണ്. ഉമ്മത്തിലെ അവസാന അംഗവും സ്വർഗത്തിലാകണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനെ വേദനിപ്പിച്ചുകൂടാ, ആ ഹബീബിനെ വിഷമിപ്പിച്ചുകൂടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹബീബിന്റെ ഉമ്മത്തായി എല്ലാ മനുഷ്യരെയും കണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഹൃദയമുണ്ടാക്കി എടുക്കാൻ കഴിയണം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം കർമ്മങ്ങൾ കൊണ്ടോ പ്രകടനങ്ങൾ കൊണ്ടോ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നന്മയുടെ, വിശുദ്ധിയുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മഹിതമായ സംസ്കാരത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു മഹിതമായ സംസ്കാരമാണ്.
വിശുദ്ധിയുടെ പെരുമാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന, വിശുദ്ധിയുടെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വഭാവ വിശുദ്ധിയിലൂടെയാണ് നമുക്ക് മുസ്ലിമാകാൻ കഴിയുന്നത് എന്നാണ്. അതാണല്ലോ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വച്ചത്, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. മഹിതമായ സ്വഭാവ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിനാണ്, അതിനു മാത്രമാണ് അല്ലാഹു തആല എന്നെ അയച്ചത് എന്ന്. മഹിതമായ സ്വഭാവങ്ങളുടെ പെരുമാറ്റങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ആ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞതും. മാത്രമല്ല, ഹജ്ജത്തുൽ വദാഇന്റെ സമയം ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസക്തമായ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം എന്നതിന്റെ നിർവചനം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കേവലം പ്രകടനങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല. മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിനാലോ അവന്റെ കരങ്ങളാലോ മറ്റൊരു മനുഷ്യനും പ്രയാസമുണ്ടാകാതിരിക്കുക എന്നതാണ്. അവന്റെ വാക്കുകളാലോ അവന്റെ പ്രവർത്തനങ്ങളാലോ. മറ്റൊരു മുഅ്മിൻ എന്നല്ല പറഞ്ഞത്, സലിമന്നാസു, മറ്റൊരു മനുഷ്യനും പ്രയാസപ്പെടാൻ പാടില്ല, മറ്റൊരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നാം കാരണം മറ്റൊരാളും വിഷമിക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമ്മെക്കുറിച്ച് യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ കഴിയുള്ളൂ. അതാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജീവിതത്തിലുടനീളം കാണിച്ചു തന്നത്. മുസ്ലിമിന്റെ നിർവചനം ഹബീബ് അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യുന്നവരല്ല ഈമാൻ പൂർണ്ണമായവർ. നിങ്ങളുടെ കൂട്ടത്തിൽ സൽസ്വഭാവികളാണ്, നല്ല സ്വഭാവമുള്ള ആളുകളാണ്, മറ്റുള്ളവരോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയുന്ന ഉദാത്തമായ സ്വഭാവ ഗുണങ്ങളുള്ളവരാണ്, നല്ല പെരുമാറ്റമുള്ളവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പരിപൂർണമായവർ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നല്ലോ. ഒരു അഅറാബി വന്ന് പിറകിൽ നിന്ന് ഷാൾ പിടിച്ച് വലിക്കുന്ന രംഗം നമുക്ക് കേട്ടതാണ്. അവിടുന്ന് ഹബീബിന്റെ കഴുത്തിൽ ആ ഷാൾ ഉരഞ്ഞ് വേദന സംഭവിക്കുന്നുണ്ട്, മുറിവ് വരുന്നുണ്ട്. അപ്പോഴും തിരിച്ചു നിന്ന് ദേഷ്യം വരുമ്പോഴും പുഞ്ചിരിക്കാൻ കഴിയുന്ന ഹൃദയമാണ്. ആ അർത്ഥത്തിൽ കൃപയുള്ള ഹൃദയമാണ്, കാരുണ്യമുള്ള ഹൃദയം ഉണ്ടാകണമെന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ത്വായിഫിന്റെ ചരിത്രത്തിലും മക്ക ഫതഹിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വിജയിയായി വന്ന ഹബീബിന്റെ മുന്നിൽ പരാജിതരായി നിൽക്കുന്ന മക്ക മുശ്രിക്കീങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്, അവരുടെ ഹബീബ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതികാര നടപടിയാണ് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, മാന്യമായ ഒരു പ്രതികാര നടപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദ്ഹബു അൻതുമുൽ ഉമനാ, നിങ്ങളൊക്കെ പോകണം, നിങ്ങളൊക്കെ നിർഭയരാണ്. ഇദ്ഹബു അൻതുമുൽ തുലഖാ, നിങ്ങളൊക്കെ പോകണം, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ആ പറഞ്ഞതിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുശ്രിക്കീങ്ങളുടെ അടുക്കൽ നിന്ന് അനുഭവിച്ച യാതനകളുടെ വേദനകളുടെ വലിപ്പം മനസ്സിലാക്കിയാൽ മാത്രമാണ് അന്ന് മക്ക ഫതഹിന്റെ അന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ഉദാത്തമായ മാതൃകയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിനെക്കുറിച്ച് ദാർശനിക ചരിത്രകാരന്മാരൊക്കെ they were treated with special magnanimity എന്ന് പറഞ്ഞത്. അവർ മഹാമനസ്കത കൊണ്ട് പരിചരിക്കപ്പെട്ടു എന്ന് വളരെ രോമാഞ്ചകമണിഞ്ഞ് അവർ പറഞ്ഞത് അതാണ്.
ഹബീബ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നന്നാക്കേണ്ടത്, നാം ശുദ്ധിയാക്കേണ്ടത് ആദ്യമായി നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് ശഅബാൻ ഹൃദയം നനച്ചു കുളിക്കാനുള്ള ഒരു മാസമായി, ഹൃദയം ശുദ്ധിയാക്കാനുള്ള ഒരു മാസം കൂടിയായി നാം കാണേണ്ടതുണ്ട്. വീടകങ്ങൾ ശുദ്ധിയാക്കുമ്പോൾ, പരിസരങ്ങൾ ശുദ്ധിയാക്കുമ്പോൾ വെറുപ്പില്ലാത്ത, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത ഹൃദയമാക്കി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് ഘട്ടങ്ങൾ വന്നാലും, സാന്ദർഭികമായി പറയാൻ, ഏത് സംഭവങ്ങൾ കേട്ടാലും, ഏത് വാർത്തകൾ കണ്ടാലും അതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഗുണപാഠം ഉണ്ടാകണമെന്നുള്ളതാണ്. മുഅ്മിൻ അതിൽ നിന്നൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളണമെന്നാണ്. ഈ അടുത്തായി നാം വളരെ സങ്കടത്തോടെ കേട്ട ഒരു വാർത്തയുണ്ട്, വളരെ ആശങ്കയോടെ നാം കേട്ട വാർത്തയുണ്ട്. മിഹർ അഹമ്മദ് എന്ന് പേരുള്ള ഒരു വിദ്യാർത്ഥി, നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ സ്വന്തം സുഹൃത്തുക്കളാൽ, ഒരുമിച്ച് ചേർന്നു നിൽക്കേണ്ട, എല്ലാത്തിനും കൂടെ നിൽക്കേണ്ട അവൻ്റെ സുഹൃത്തുക്കളാൽ അവൻ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ കഥ, അവഹേളനങ്ങളുടെ കഥ, അപമാനത്തിൻ്റെ വാർത്ത നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് ആ പൊന്നുമോൻ മരണത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു എന്ന് നാം കേട്ടു. പ്രിയമുള്ളവരെ, ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഇതിലൊക്കെ ഗുണപാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നാം നേരത്തെ പറഞ്ഞു വച്ചത് തന്നെയാണ്, ഇസ്ലാമിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് മറ്റൊരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലാകട്ടെ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നാം തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാകട്ടെ, നമ്മുടെ കളിക്കളങ്ങളിലാകട്ടെ, വിദ്യാർത്ഥികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നാം ഒരാളെയും, ഒരു മനുഷ്യനെയും കൂട്ടം ചേർന്നു നിന്ന് അവഹേളിക്കുന്ന ഒരു രീതി, അത് ഇസ്ലാമിന് അന്യമാണ്. കൂട്ടമായി ചേർന്നു നിന്ന് അതിൽ കഴിവ് കുറഞ്ഞ ഒരാളെ അപമാനിക്കുന്ന, കളിയാക്കുന്ന, ഉപദ്രവിക്കുന്ന രീതി ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല, അത് ഇസ്ലാമിന് അന്യമാണ്. അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും നാം അതുപോലെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പറയാനുള്ളത്, എത്ര സങ്കടകരമായ അവസ്ഥ വന്നാലും, ദുർബല നിമിഷങ്ങൾ വന്നാലും തളരാതെ വിവേകത്തോടെ ചിന്തിക്കാൻ കഴിയണമെന്നുള്ളതാണ്. അത് മക്കൾക്ക് പകർന്നു കൊടുക്കുകയും വേണം. എത്ര സങ്കടകരമായ അവസ്ഥ വന്നാലും, എത്ര അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും അവിടെ നിന്ന് മാറി നിന്ന് അവർക്ക് മുന്നിൽ ആർജവത്തോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കണമെന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. നമുക്കൊക്കെ ഉണ്ടാകും ദുർബലമായ നിമിഷങ്ങൾ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ ആര് നമ്മുടെ കൂടെയില്ലെങ്കിലും ഇന്നല്ലാഹ മഅന, അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ദൃഢവിശ്വാസം മനസ്സിലുറപ്പിച്ച ഒരു മുഅ്മിനിന് ഒരിക്കലും അത്തരം ചിന്തകളിലേക്ക് പോകാൻ കഴിയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാമിൻ്റെ ഒരു മനോഹരമായ ഒരു പെർസ്പെക്റ്റീവ് അതാണ്. ഏറ്റവും പരമാധികാരം അല്ലാഹുവിനാണ്. എൻ്റേതെന്ന് ഞാൻ പറയുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓണർഷിപ്പ് പോലും അല്ലാഹുവിനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുമ്പോൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ ജീവിതവും, എനിക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എൻ്റെ ശരീരവും എന്ന് നാം മനസ്സിലാക്കുന്നിടത്ത് ഒരു മുഅ്മിനായ മനുഷ്യന് ഈ സന്ദർഭങ്ങളിൽ കൃത്യമായി വിവേകത്തോടെ നിലപാടെടുക്കാൻ സാധിക്കും. അല്ലാഹു ആ അർത്ഥത്തിൽ ഈമാൻ ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. ഒരു സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. റഹ്മാനായ കരുണയുള്ള ദയാലുവായ അല്ലാഹ്, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ നീ ഖബൂലാക്കണേ റഹ്മാനേ.
അല്ലാഹുവേ ശഅബാനിൽ ഞങ്ങൾക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ ആ ബറക്കത്തിനായി ഞങ്ങളെ നീ റമളാനിലേക്ക് കൊണ്ടെത്തിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹസനാക്കി നൽകണേ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫാവ് നൽകണേ റഹ്മാനേ അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹുവേ പ്രത്യേകമായി ഉപ്പയുടെ ആണ്ടാണ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ആ പിതാവിന്റെ ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനേ അല്ലാഹുവേ ദുനിയാവിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ ഖബൂലാക്കണേ ആ പിതാവിന്റെ കൂടെ അതുപോലെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവരോട് കൂടെ ജന്നത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും സാലിഹത്തുകളും ആക്കണേ അല്ലാഹുവേ അവർ പഠിക്കുന്ന അറിവത്രയും ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കണേ അല്ലാഹുവേ നിന്റെ ഭവനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹുവേ അവരുടെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനേ അല്ലാഹുവേ അവർക്ക് നീ എല്ലാ ഖൈറും നൽകണേ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله والسلام عليكم ورحمة الله وبركاته.